ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടെക്സ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് January 26 ഓക്കെ ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ് ആണ്. ഡെയിലി ബേസ്ഡ് എഡിഷൻ ആണ്. എല്ലാവർക്കും ഒരു ഹാപ്പി റിപ്പബ്ലിക് ഡേ. അപ്പൊ ഇന്നത്തെ ന്യൂസിൽ നിങ്ങൾ പ്രധാനമായിട്ടും UPSC KAS പോയിന്റ് ഓഫ് വ്യൂലൊക്കെ വായിക്കേണ്ട ന്യൂസുകൾ ഏതൊക്കെയാണ്, അതിനെക്കുറിച്ച് എന്തെങ്കിലും എക്സ്ട്രാ മാപ്പുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ PDF-ഉം അതുപോലെ തന്നെ നിങ്ങൾക്ക് PDF ആയിട്ട് കിട്ടാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ടെലിഗ്രാം ചാനലിലൂടെ അയക്കുന്നുണ്ട്. ടെലിഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഞാനത് ലിങ്ക് അയക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെയുള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ UPSC പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ കുറഞ്ഞ ഫീസിൽ UPSC പഠനം നടത്താൻ വേണ്ടി നമ്മുടെ ഫൗണ്ടേഷൻ പ്ലസ് PCM ക്ലാസ് 2024 ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നും അല്ലാതെയൊക്കെ പഠിക്കാൻ പറ്റുന്ന പ്രോഗ്രാമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വളരെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ന്യൂസിൽ ഇപ്പൊ ജസ്റ്റ് ഓൾറെഡി ഇപ്പൊ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് നമ്മുടെ പ്രസിഡന്റിന്റെ ചില സ്പീച്ചും കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നിങ്ങൾ വായിച്ചാൽ മതി. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ക്രീഡ്സും ലാംഗ്വേജും എല്ലാം നമ്മളുടെ എസെൻസ് ഓഫ് ഇന്ത്യ ആണ് പറയുന്നത്. അതിന്റെ ഒരു ഡൈവേഴ്സിറ്റി എന്നുള്ളത് അത് പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 74th റിപ്പബ്ലിക് ഡേ ആണ്. ജസ്റ്റ് ഞങ്ങളൊന്ന് വായിക്കാം കേട്ടോ. പിന്നെ ഫ്രണ്ട് പേജിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും നമുക്ക് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂലോ അല്ലെങ്കിൽ UPSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇല്ല. പിന്നെ നമുക്ക് പോകാനുള്ളത് എഡിറ്റോറിയൽ കോളത്തിലോട്ടാണ്, പ്രധാനപ്പെട്ട ന്യൂസിലോട്ട് പോകാനുള്ളത്. അതിൽ ഉണ്ടായിരുന്നത് എഡിറ്റോറിയൽസ് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഇന്നലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ന്യൂസ് തന്നെയാണ്. കൊളീജിയം സിസ്റ്റമായിട്ടുള്ള ആ ചില കൊളീജിയം എക്സിക്യൂട്ടീവ് നമ്മളുടെ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് എന്നുള്ള ആ ഒരു ആംഗിളിൽ ജസ്റ്റ് ഒന്ന് വായിക്കുക. അത് ലോ മിനിസ്റ്ററുടെ ചില ഒബ്ജക്ഷൻസും കാര്യങ്ങളും ഒക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, വായിച്ചാൽ മതി. പിന്നെ സെക്കൻഡ് ന്യൂസ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ നേരത്തെ അതും നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. നമ്മുടെ റെസ്ലിംഗ് ബോഡിയിലൊക്കെ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ, ഓക്കെ, ചില ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട ന്യൂസാണ്. അപ്പൊ അത് നമുക്ക് ആ ന്യൂസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ നമുക്ക് അതല്ലാതെ നിങ്ങൾ അതുമായി ബന്ധപ്പെടുത്തി വായിക്കേണ്ടത് പിന്നെ വയലൻസ് അഗെയിൻസ്റ്റ് വിമണും അതുപോലെ തന്നെ വയലൻസ് ഇൻ വർക്കിംഗ് പ്ലേസ് എന്നുള്ള ആ ടോപ്പിക്കുകളൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് സൊസൈറ്റിയിൽ ഒന്ന് അറിഞ്ഞിരിക്കാൻ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ വായിക്കേണ്ട പ്രധാനപ്പെട്ട ന്യൂസ് ചിലത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴേ ഞാൻ അതുമായി ബന്ധപ്പെട്ട് എക്സ്ട്രാ പറയാറുള്ളൂ. ഇത് ഈ ആർട്ടിക്കിൾ ഒന്ന് വായിക്കുക. ഈ രണ്ട് ഓക്കെ ആർട്ടിക്കിൾ നന്നായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ട ഇപ്പം ഓൾറെഡി BBC ചില BBCയുടെ ചില എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വീഡിയോ പുറത്തുവിടാത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, ഡോക്യുമെന്ററി. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ച ഇൻഫർമേഷൻ ടെക്നോളജി റൂൾസും എമർജൻസി പവേഴ്സും ഉപയോഗിക്കുന്ന കാര്യങ്ങളും, അപ്പൊ അത് ഇവിടെ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനും അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിൽ വരുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊന്ന് വായിക്കുന്നതായിരിക്കും. പിന്നെ വായിക്കേണ്ട ന്യൂസ് പ്രധാനമായിട്ട് നമുക്ക് വരുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വായിക്കാം. റഷ്യ യുക്രൈൻ വാർ ഓൾറെഡി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് എത്ര ഡീറ്റെയിലോട്ട് പോകണമെന്നില്ല. India Russia റിലേഷൻ ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാൻ നല്ലതായിരിക്കും. പിന്നെ ഒരു ന്യൂസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ടായിരുന്നത് നമ്മുടെ ഇപ്പൊ ഓൾറെഡി ഇന്ത്യ ഈജിപ്ത് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്താണ്. ഇന്ത്യ ഈജിപ്തിന്റെ പ്രസിഡന്റ് ഇന്ത്യയിലെ ചീഫ് ഗസ്റ്റ് ആയിട്ട് റിപ്പബ്ലിക് ഡേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇന്ത്യ ഈജിപ്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ആയിട്ട് അത് ഉയർത്തിയിട്ടുണ്ട്. അത് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇന്ത്യ ഈജിപ്ത് എന്ത് ചെയ്തിട്ടുണ്ട്, എലവേറ്റഡ് ദെയർ ബൈലാറ്ററൽ ടൈസ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് എന്തൊക്കെ ഏരിയ കവർ ചെയ്യുന്നത്, പൊളിറ്റിക്കലും സെക്യൂരിറ്റി ഡിഫൻസ് എനർജി എക്കണോമിക്കൽ ലിങ്കേജും കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയുള്ള ആ ഒരു ഇത് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈജിപ്തും പ്രസിഡന്റിനെ ഫസ്റ്റ് ആയിട്ട് ഇന്ത്യയിലോട്ട് റിപ്പബ്ലിക് ഡേ ഗസ്റ്റ് ആയിട്ടൊക്കെ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൂടുതൽ മേഖലകളിൽ നമ്മൾ പാർട്ണർഷിപ്പ് കൂട്ടാൻ വേണ്ടിയൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയാണ് ഇനി G20 സമ്മിറ്റ് ചെയർ ചെയ്യുന്ന ഇന്ത്യയാണല്ലോ. അപ്പൊ ഇന്ത്യ G20 വരാൻ പോകുന്ന G20 സമ്മിറ്റിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ ഗസ്റ്റ് ആയിട്ട് G20യിലുള്ള നമ്പറല്ല ഈജിപ്ത് G20 മെമ്പേഴ്സ് നോക്കി വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ G20 സമ്മിറ്റിലോട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ ഗസ്റ്റ് ആയിട്ട് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് നോക്കി വെക്കാം. ഓക്കെ, അതുകൂടാതെ നമ്മൾ ഒരുപാട് മെമ്മോറണ്ടം നമ്മൾ എന്ത് ചെയ്യുന്നത്, കൾച്ചറും കോപ്പറേഷനും യൂത്ത് മാറ്റേഴ്സ് സൈബർ സെക്യൂരിറ്റി ഇൻഫർമേഷൻ ടെക്നോളജിയും ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങിയ മേഖലകളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മെമ്മോറണ്ടം സൈൻ ചെയ്തിട്ടുണ്ട്. നോക്കി വെക്കാം. പിന്നെ ഇന്ത്യ ഈജിപ്ത് റിലേഷനുള്ള ഒരു ആംഗിൾ നോക്കുക. നമ്മൾ പറയുന്നത് ഒരു ഓൾഡ് സിവിലൈസേഷൻ ആണ് ഹാരപ്പയും ഈജിപ്ഷ്യൻ സിവിലൈസേഷനും അന്ന് മുതലേ കണക്ഷൻ ഉള്ള രാജ്യമാണ്.
അതുപോലെ തന്നെ നമുക്കിപ്പം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ഉണ്ടാക്കിയ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് അവരും നമ്മൾ ഒരു ഫൗണ്ടിങ് മെമ്പേഴ്സ് ആയിട്ട് വരുന്ന ആളുകളാണ് ഇന്ത്യയും ഈജിപ്തും എന്ന് പറയുന്നത്. ആ ആംഗിളിലൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഈജിപ്ത് എന്നുള്ള റിലേഷൻ നോക്കുക. എന്തെങ്കിലും ഇപ്പൊ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ആയി, അതുപോലെ തന്നെ എന്തെങ്കിലും കോൺക്രീറ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യാം, വരും ദിവസങ്ങളിൽ ചർച്ചകൾ ഉണ്ടാവും, അതൊന്ന് നോക്കി വെക്കുക. ഓക്കെ, അതാണ് അതിൽ നോക്കേണ്ടത്. പിന്നെ മറ്റൊരു ന്യൂസ് ഉണ്ടായിരുന്നത് സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ അയ്യൂബിന്റെ ഇത് വന്നിട്ടുണ്ട്. അത് പരിശോധിക്കുന്നത് നമുക്ക് മണി ലോണ്ടറിങ് കേസുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ വിധി പരിശോധിക്കുന്നത്. അപ്പൊ അതിൽ മണി ലോണ്ടറിങ് എന്നുള്ള ടോപ്പിക്ക് നിങ്ങൾ ഇന്റേണൽ സെക്യൂരിറ്റിയിൽ ഒന്ന് വായിക്കൽ നല്ലതായിരിക്കും. ഇത് ഈ ന്യൂസിന്റെ ബേസിലല്ല, മണി ലോണ്ടറിങ് നമുക്ക് പഠിക്കേണ്ടതാണ്. പിന്നെ ഇലക്ടറൽ റിഫോംസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൺലി ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണെന്നുള്ള ലോ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇലക്ടറൽ റിഫോംസ് ഉള്ള ടോപ്പിക്ക് ഇമ്പോർട്ടന്റ് ആണ്. റിഫോംസ് ഇന്ത്യ ഇപ്പൊ ഒരുപാട് റിഫോംസ് ഇപ്പൊ റീസെന്റ് വന്നു. ഇനി 4th ഇലക്ടറൽ റിഫോംസ് ആണ് ഇപ്പം വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് എന്തൊക്കെ കാര്യങ്ങൾ വരും എന്നുള്ളത് അറിയാം. പക്ഷെ നമ്മളിപ്പോ ഇലക്ഷനിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ആ ഒരു ആംഗിളിൽ ചിന്തിക്കാം. എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഇലക്ഷനിൽ ഉള്ളത്. ഇപ്പം ക്രിമിനലൈസേഷൻ പൊളിറ്റിക്സും, അതുപോലെ തന്നെ പൊളിറ്റിക്സ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ്സ് എക്സലൻസും ലിങ്കേജും കാര്യങ്ങളും തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അത്തരം മേഖലകളൊക്കെ പരിഗണിച്ചിട്ടുള്ള ഒരു റിഫോംസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ അത് ജസ്റ്റ് നോക്കി വെക്കാം. ഇലക്ടറൽ റിഫോംസ് ഉള്ള ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യാന്ന് പുറത്തുനിന്ന് ഗൂഗിൾ ചെയ്ത് നോട്ട് ഉണ്ടാക്കണം, നന്നായിരിക്കും. അതാണ് മറ്റൊരു ന്യൂസ് ഉണ്ടായിരുന്നത് വായിക്കേണ്ടത്. ഇത് പൊളിറ്റിക്കൽ ന്യൂസുകളാണെന്നൊന്നും വായിക്കണമെന്നില്ല. പിന്നെ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്, അതും അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് SCO സമ്മിറ്റിലോട്ട്. ഇന്ത്യയാണ് SCO മീറ്റ് ഉണ്ടാക്കാം. നമ്മൾ ഏകദേശം ഒരു ഏപ്രിൽ സമയത്തൊക്കെ ഗോവയിലായിരിക്കും ഹെൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ SCOയിലേക്ക് പാകിസ്ഥാൻ ഓൾറെഡി മെമ്പറാണ്, അവരെ കൂടി ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടെ SCO ഗ്രൂപ്പിങ്ങിനെ കുറിച്ച് ചെറുതായിട്ട് എന്ത് ചെയ്യാം നോക്കാം. SCO ഗ്രൂപ്പിംഗ് ജസ്റ്റ് ഞാൻ ഒരു പുറത്തൊരു ആർട്ടിക്കിളാണ് അതുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്നത്. SCO എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. SCO നോക്കട്ടോ. SCO എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പെർമനന്റ് ഇന്റർ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്. പിന്നെ യുറേഷ്യൻ പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ ആൻഡ് മിലിറ്ററി ഓർഗനൈസേഷൻ ആണ് കേട്ടോ. എന്താണ് എയിമിംഗ് ദ മെയിൻ്റെനൻസ്, പീസ്, സെക്യൂരിറ്റി ഒക്കെ സ്റ്റെബിലിറ്റി ഒക്കെ റീജിയൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. 2001 ക്രിയേറ്റ് ചെയ്തത്. SCO ചാർട്ടർ സൈൻ ചെയ്യുന്നത് 2002 2003 പോസ്റ്റിൽ വരുന്നത്. ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡോക്യുമെന്റ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. SCO ലാംഗ്വേജ് എന്ന് പറയുന്നത് റഷ്യനും ചൈനീസും ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിനിപ്പത്തെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? 8 മെമ്പേഴ്സ് ആണ്. ഒരാളും കൂടി ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്, നോക്കി വെക്കുക, പുതിയ ആള്. കസാഖിസ്ഥാൻ, ചൈന, കിർഗിസ്ഥാൻ, റഷ്യ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇന്ത്യ, പാകിസ്ഥാൻ കേട്ടോ. ഇറാനും ഇപ്പം പുതിയൊരു മെമ്പർ ആയിട്ട് വന്നിട്ടുണ്ട്, നോക്കി വെക്കാം. പിന്നെ ബെലാറസ് വന്നോ എന്നുള്ളത് നോക്കുക. ഇറാനും ബെലാറസും ആയിരുന്നു ഇതിലേക്ക് മെമ്പേഴ്സ് ആയിട്ട് വരാറുണ്ടായിരുന്നത്. ഇത് ഒബ്സർവർ സ്റ്റാറ്റസ് ഉള്ള രാജ്യങ്ങളാണ് അഫ്ഗാനിസ്ഥാൻ, ബെലാറസ്, ഇറാൻ, മംഗോളിയ. ഇറാൻ ഇപ്പൊ മെമ്പറായി. അതുപോലെ തന്നെ ഡയലോഗ് പാർട്ട്നേഴ്സ് ആണ് അസർബൈജാൻ, അർമേനിയ, കംബോഡിയ, നേപ്പാൾ, ടർക്കി, ശ്രീലങ്ക ഒക്കെ. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ? നമ്മളൊരു മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ടാക്കുക, സ്ട്രെങ്തനിങ് ദ മ്യൂച്വൽ ട്രസ്റ്റ് നൈബേഴ്സിന്റെ ഇടയിൽ. അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള കോപ്പറേഷൻ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ എഡ്യൂക്കേഷനിലും എനർജിയിലും കാര്യങ്ങളൊക്കെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുക. പീസ്, സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടാക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. ഇതിന്റെ ബേസിക് ഷാങ്ഹായി സ്പിരിറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിലുള്ള ഒരു ബോഡി ഇമ്പോർട്ടന്റ് ആണ്, റീജിയണൽ ആന്റി ടെററിസ്റ്റ് സ്ട്രക്ചർ, റാറ്റ്സ്. ഇപ്പം എന്താണ് ടെററിസ്റ്റും അതുപോലെ തന്നെ സെപ്പറേറ്റിസ്റ്റും എക്സ്ട്രീമിസ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, അത് കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഈ ഒരു റാറ്റ്സ്. അപ്പൊ ഇന്ത്യയും ചൈനയും പാകിസ്ഥാനും ഒക്കെ മെമ്പർ ആയിട്ടുള്ള ആന്റി ടെററിസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് റാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റീജിയണൽ ആന്റി ടെററിസ്റ്റ് സ്ട്രക്ചർ. അതൊന്ന് ജസ്റ്റ് നോക്കിയേക്കാം. അതുകൂടാതെ പിന്നെ ഹെഡ് ഓഫ് കൗൺസിൽ ഉണ്ട്, ഹെഡ് ഓഫ് ഗവൺമെന്റ് കൗൺസിൽ. അതൊക്കെ ജസ്റ്റ് വായിച്ചാൽ മതി, അതാണ് അറിയേണ്ടത്. അതൊക്കെയാണ് SCOയുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് അറിയേണ്ടത്. ബാക്കി ഇനി SCO പുതിയ മീറ്റിംഗ് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് അവരുടെ ഔട്ട്കംസ് കാര്യങ്ങളൊക്കെ നോക്കി വെക്കൽ നല്ലതാണ്. അതാണ് അതിൽ ന്യൂസ്. മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, പിന്നെ ഇപ്പൊ യുക്രൈന്റെ റഷ്യന്റെ ഒരുപാടായിട്ട് നടക്കുന്ന ഇഷ്യൂ ആണല്ലോ, നമ്മളത് മുമ്പേ ഡിസ്കസ് ചെയ്താണ്. അപ്പൊ അത് അത്രത്തോളം എല്ലാ ഒരു ദിവസം ന്യൂസും നമുക്ക് നോക്കി സമയം കളയണമെന്നില്ല. ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രം ഒന്ന് വായിച്ചാൽ മതി. പിന്നെ മറ്റൊരു ന്യൂസ് ഉണ്ടായിരുന്ന എർത്തിന്റെ ഇന്നർ കോർ എന്ത് ചെയ്തിട്ടുണ്ട്, റൊട്ടേറ്റിംഗ് സ്ലോലി ആണ് എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ഉണ്ടായിരുന്നു കേട്ടോ. എർത്തിന്റെ ഇന്നർ കോർ ഹോട്ട് ആണ്, അയൺ ബോൾ ആണ്, സൈസ് ഓഫ് പ്ലൂട്ടോന്റെ അത്ര സൈസ് ആണുള്ളത്. ഓക്കെ, സ്റ്റോപ്പ് ദ സ്പിന്നിങ് ഫാസ്റ്റർ ദാൻ പ്ലാനറ്റ് സർഫേസിനെക്കാളും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, സ്ലോവർ ആയിട്ടാണ് എന്ത് ചെയ്ത് ചില സ്റ്റഡീസ് കാണിക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഇന്റീരിയർ ഓഫ് എർത്ത് എന്നുള്ള ഒരു
ഏതൊക്കെയാണ് ഇന്റീരിയർ വരുന്നത് ജസ്റ്റ് നോക്കാം. സ്ലോവർ ആയിട്ട് ഏറ്റവും ഇന്നർ കോർ, അതാണ് ഏറ്റവും ടോപ്പിൽ. ഇപ്പൊ ഇന്റീരിയർ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ഇതാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. തൊട്ട് താഴെ വരുന്നതാണ് നമുക്ക് എന്ത് ചെയ്ത് ക്രസ്റ്റ് എന്ന് പറയുന്നത് ചെറിയൊരു ഏരിയ. പിന്നെ വരുന്നതാണ് മാൻഡിൽ. മാൻഡിൽ നമുക്ക് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം, അപ്പർ മാൻഡിലും പിന്നെ ഒരു ട്രാൻസിഷൻ സോൺ ഉണ്ട് ഇവിടെ, മോൾട്ടൻ ലാവ് ആയിട്ടുള്ള ഒരു സോണാണ്. പിന്നെ ലോവർ മാൻഡിൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരു ട്രാൻസിഷൻ സോൺ ഉണ്ട്, ഡി ലെയർ എന്ന് പറയും. പിന്നെ രണ്ട് തരം കോർ ഉണ്ട്, ഇന്നർ കോറും ഔട്ടർ കോറും. അതിൽ ഈ ഇന്നർ കോറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അത് ഇതിന്റെ സ്ലോലി ആയിട്ടാണ് നമ്മുടെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ ഇന്റീരിയർ എന്ത് ചെയ്യുക നോക്കി വെക്കുക. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്ലേറ്റ് ടെക്ടോണിക് തിയറിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാമെന്ന് ജസ്റ്റ് നോക്കി വെക്കൽ നല്ലതായിരിക്കും. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഇന്റീരിയറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്ലേറ്റ് ടെക്ടോണിക് തിയറിയും വോൾക്കാനിക് കറപ്ഷനും എർത്ത് ഒക്കെ എങ്ങനെ ഉണ്ടാവുന്നുള്ളത് ഇന്റീരിയറെ കണക്ട് ചെയ്ത് കിടക്കുന്നതാണ്. എർത്ത് വേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇന്റീരിയറിനെ കുറിച്ച് പഠിക്കുന്നത്. അതൊക്കെ നിങ്ങൾ ജോഗ്രഫിയിൽ പഠിക്കുന്നതായിരിക്കും, മനസ്സിലാക്കി. അതാണ് ആ ന്യൂസിൽ വായിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ബാങ്ക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഡെപ്പോസിറ്റ് റേറ്റ് കൂട്ടുന്നുണ്ട് സ്മോൾ സേവിങ്സിനൊക്കെ. ജസ്റ്റ് വായിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ അതൊക്കെയാണ് ഇന്നത്തെ ന്യൂസിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ എഡിറ്റോറിയൽ കോളത്തിൽ എന്ത് ചെയ്യാൻ നിർബന്ധമായിട്ടും ഞാൻ പറഞ്ഞ 2-3 എഡിറ്റോറിയൽ കോളംസ് ഉണ്ട്, അത് വായിക്കാം. അതിൽ ഈ ഒന്നാമത്തത് നമ്മളുടെ ഒന്ന് വായിക്കാം കേട്ടോ. സബ്മറീനുമായി ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ടായിരുന്ന ന്യൂസാണ്. ഓക്കെ, ഇന്ത്യന്റെ പ്രൊജക്റ്റ് ആണ്. 75 ബന്ധപ്പെട്ട് വരുന്ന സബ്മറീൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ്. ഒന്ന് വായിക്കാം നിർബന്ധമായിട്ടും. ഓക്കെ, അതൊക്കെയാണ് അതിൽ ഇന്നത്തെ ന്യൂസിൽ പ്രധാനമായിട്ടും അറിയേണ്ടത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബ് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള UPSC ഫ്രീ ക്ലാസ് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. ജോയിൻ ചെയ്യാത്തവർ അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നമുക്ക് മറ്റു ന്യൂസുമായിട്ട് നാളെ കാണാം. അതുവരേക്കും